തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഏറെ വിവാദമായ ഗോപൻ സ്വാമിയുടെ സമാധി പീഠം കഴിഞ്ഞ ദിവസം പൊളിച്ചിരുന്നു. കനത്ത സുരക്ഷയിലും കാവലേർപ്പെടുത്തിയായിരുന്നു ആ ഒരു സമാധി പീഠം പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് വളരെ കുറച്ച് പേര് മാത്രമേ ആ സമാധി പീഠം പൊളിക്കുന്നതിന് ദൃക്സാക്ഷികളായുള്ളൂ. അതിലൊരാളാണ് നെയ്യാറ്റിൻകര കൗൺസിലർ പ്രസന്നകുമാർ. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം അവിടെ എന്തൊക്കെയാണ് കണ്ടത്, അതിൻ്റെ വിശദാംശങ്ങളടക്കം പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും കഴിഞ്ഞ ദിവസം ആ വിവാദ സമാധി പീഠം പൊളിച്ചപ്പോൾ എന്തായിരുന്നു അവിടെ കണ്ടത്? ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടറും പോലീസ് ഓഫീസേഴ്സും ഡോക്ടർമാരും ജനപ്രതിനിധികളും ഈ സമാധി സ്ഥലത്ത് രാവിലെ തന്നെ എത്തി. ഞാൻ 7:15 എത്തിയത്. ഈ 7:15 എത്തുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ അതേ വാർഡിലെ കൗൺസിലർ അജിതയും അടുത്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് അതിയന്നൂർ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ 2 മെമ്പർമാരും മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരിൻ്റെ എല്ലാ സംവിധാനത്തോടു കൂടിയ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ പരിശോധനയിലേക്ക് ഖബറിൻ്റെ അല്ലെങ്കിൽ സമാധിയുടെ ഭാഗമെന്ന് പറയുന്ന സ്ഥലത്തു നിന്നും തറയിൽ നിന്നും മണ്ണ് ശേഖരിക്കുകയും ഖബറിൻ്റെ ചുറ്റളവും മറ്റു കാര്യങ്ങൾ എടുക്കുകയും അതിനുശേഷം മേസം പണി ഉള്ള 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. അവർ ഈ ഉളി വെച്ച് മേലിലുള്ള ആ സ്ലാബ് ഇളക്കി പോലീസുകാരും ജനപ്രതികളും പിടിച്ചു വെക്കുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു, ആ ഖബറിനകത്തിരുന്നത് എൻ്റെ മുൻകാല സ്നേഹിതനും സുഹൃത്തും ഒക്കെയായിരുന്ന ഗോപൻ സ്വാമി തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ ഭസ്മവും ഈ ഗന്ധം അത് കർപ്പൂരത്തിൻ്റെ ഗന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം ഏകദേശം കഴുത്തിൻ്റെ അടുത്തോളം ചുറ്റോളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വസ്ത്രങ്ങളിൽ കണ്ടാൽ ആദ്യം ഒരു പുതച്ചിരിക്കുന്ന വെള്ള ഇതെന്നേ തോന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥർ മാറ്റി വീണ്ടും അവർ വടി ഉപയോഗിച്ചും ടേപ്പ് ഉപയോഗിച്ചുമുള്ള അളവുകളെല്ലാം കഴിഞ്ഞ് അവരെ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചർ കൊണ്ടുവന്ന് ഈ ഗോപൻ സ്വാമിയെ സ്ട്രെച്ചറിൽ ആക്കി സജ്ജീകരിച്ചിരുന്ന ടേബിളിൽ കിടത്തി പോലീസിൻ്റെ RDOയുടെയും ജനപ്രതിനിധികളുടെയും മുന്നിൽ വെച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയാണ് അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സാർ, ഈ മൃതദേഹം എങ്ങനെയായിരുന്നു? ഇരുന്ന നിലയിലായിരുന്നു? മൃതദേഹം ശരിക്കും ഒരു സമാധിക്ക് വേണ്ടി ഇരിക്കുന്ന രീതിയിലാണ് ഇരുന്നിരുന്നത്. വാ തുറന്നിരിക്കുകയും നാക്കും ചുണ്ടും ആ സമയത്ത് മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ ഇതുകൊണ്ട് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ചുണ്ടും തടിച്ചും നാക്ക് ഒരു കറുത്ത് ജീർണിച്ച രീതിയിലേക്ക് ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കഴുത്തിന് താഴെ ശരീരത്തിന് യാതൊരു നിറവ്യത്യാസവും ഉണ്ടായിട്ടില്ല. മുഖത്തേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. മറ്റത് ഭസ്മവും ഈ കർപ്പൂരവും ഒക്കെ കൂടി ചേർന്ന് കിടന്നതുകൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒന്നും സംഭവിക്കാത്ത ശരീരം പോലെ ഇരിപ്പുണ്ട്. മുഖത്തേക്ക് മാറ്റം ഉണ്ട്. ഈ വാ തുറന്നിരിക്കുകയും വല്ലാത്ത ഒരു രീതിയിലുള്ള ചുണ്ടിൻ്റെയും നാക്കിൻ്റെയും ഒരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ രുദ്രാക്ഷമാല കഴുത്തിലുണ്ടായിരുന്നു. കൈ ഈ ഭസ്മം മാറ്റിയതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. കൈയെല്ലാം തപസ്സിരിക്കുന്നത് പോലെ ഇങ്ങനെ തുടയിൽ വെച്ച് ഇരിക്കുകയായിരുന്നു. ഇല്ല, തലയ്ക്ക് മേളിൽ ഏകദേശം ഒരു 2 ഇഞ്ചോളം പൊങ്ങിയാണ് സ്ലാബ് ഉണ്ടായിരുന്നത്. സ്ലാബ് ഒരു കാരണവശാലും തലയിൽ തട്ടിയിട്ടില്ലായിരുന്നു.
കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോൾ വേറെ അസ്വാഭാവികത ഒന്നും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു. പക്ഷേ ഇനി ആന്തരിക അവയവങ്ങളുടെ റിസൾട്ട് വരാനുണ്ട്. അതെല്ലാം പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ കെമിക്കൽ ഇതിൽ അയച്ച് അതിൻ്റേതായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചൊന്നും ഒരഭിപ്രായവും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ ഒരു സംഭവത്തിൽ ശരിക്കും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടെന്ന് തോന്നുന്നുണ്ടോ? കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ സമൂഹമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ അവർക്കുണ്ടായ അജ്ഞതയായിരിക്കാം, അവർ അന്ധവിശ്വാസത്തിലേക്ക് പോയത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഈ രാജ്യത്തിൻ്റെ നിയമ നടപടികൾ എന്താണെന്ന് അവർ മനസ്സിലാക്കാത്തത്. അതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ഉണ്ടായ വീഴ്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടുത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാൻ മിസ്സിങ്ങിനാണ്. അപ്പം പോലീസിന് എന്തായാലും ഒരു ആൾ കാണാതായാൽ ആ ആളിനെ കണ്ടെത്തുക എന്നുള്ളത് ഭരണഘടനാപരമായ ദൗത്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ തന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായി കല്ലറ പൊളിക്കാൻ വരുമ്പോഴേക്കും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും BSDPയുടെ നേതൃത്വം കൊടുക്കുന്ന ചന്ദ്രശേഖറും ഒക്കെ കൂടി അതിനൊരു തടസ്സവാദം ഉന്നയിച്ചു. പലരും പല രീതിയിലുള്ള തടസ്സവാദം RDOയോടുകൂടിയും പോലീസ് ഓഫീസർമാരോടും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് 13-ാം തീയതി ഇത് നിർത്തിവെച്ചുകൊണ്ട് RDOയുടെ ഉത്തരവ് കൊടുത്തതിന് ശേഷം മാത്രമേ പൊളിക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാറി ഇന്നലെ 16-ാം തീയതി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപ്പാക്കിയത്. നല്ലൊരു കാര്യമായി. ഇതിനകത്ത് 2-3 ദിവസം ആ പ്രദേശം ഒരു ഉദ്യോഗത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ അധികം ഒരു ഭയാശങ്കയിലേക്ക് ആ നാട്ടിനെ കൊണ്ടുപോയ ചില സംഭവങ്ങളുണ്ട്. അത് ബോധപൂർവമാണോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടണം. കാരണം ഇത്തരത്തിലൊരു മരണം നടന്ന് ആളുകൾ പലരും വരും. പക്ഷേ അതിനെ പ്രത്യേകിച്ച് ആ വീട്ടിലുള്ള കുടുംബം അത് മതപരമായി തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് എന്താണെന്നും കണ്ടുപിടിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ദൗത്യം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതായത് ഈ ഒരു വിഷയത്തെ വേറൊരു രീതിയിലേക്ക് എന്ന് പറയുമ്പോൾ മതപരമായ രീതി, വർഗീയത്തിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിൽ ആ കുടുംബത്തിനകത്ത് നിന്ന് സംഭാഷണങ്ങൾ ഉണ്ടായതായി ഞാൻ ഇന്നലെ മാത്രമല്ല, ഞാൻ തുടർച്ച എല്ലാ ദിവസവും ഞാൻ അവിടെ പോകുമായിരുന്നു. മീഡിയക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഔദ്യോഗികമായി ആ വാർഡിലെ കൗൺസിലർ അല്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും സംസാരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വാർഡിലൊരു കൗൺസിലറുണ്ട്, ഔദ്യോഗികമായി സംസാരിക്കേണ്ടത് അവരാണ്, ഞാനല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ ഇന്നലെ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമാധി പൊളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എത്തിയതും ജനപ്രതിനിധി എന്നുള്ള ലെവലിൽ നമ്മൾ എല്ലാവരെയും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്. പക്ഷേ അതിനു മുമ്പ് ഒരു വർഗീയമായ ഇതിൽ തിരിച്ച് ആ കുടുംബം വിടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അവരെ ആരെങ്കിലും അതിലേക്ക് പ്രേരിപ്പിച്ചതാണോ എന്ന് സർക്കാർ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു മകൻ മാപ്പ് പറഞ്ഞിരുന്നു. അതായത് വർഗീയമായിട്ടുള്ള ചില പരാമർശങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ കേട്ടുവെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇത്തരത്തിലുള്ള ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ജാതി, മതം, രാഷ്ട്രീയവും കലർത്താതെ അവരവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏത് വിശ്വാസം ഉള്ളവരും ആ രീതിയിലേക്ക് മതാചാരപ്രകാരം
സംസ്കാരമായാലും ജീവിത രീതിയായാലും എന്ത് നടത്തിയെന്നാലും അതൊക്കെ ഇവിടെ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ മറ്റൊരു വഴിയിലേക്ക് അതിനെ കൊണ്ടുപോയി രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പാവപ്പെട്ട നിരപരാധികളായിരിക്കും അതിൻ്റെ പാപഭാരം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പക്ഷേ ഉന്നതങ്ങളിലുള്ള വർഗീയവാദികൾ ആരായാലും ഏത് മതത്തിൻ്റെ ആയാലും അവരെല്ലാം അവർക്ക് അവരുടേതായ നേട്ടം കൊയ്യുക എന്നതാണ് അവരുടേതായ താല്പര്യം. പക്ഷേ അതിൻ്റെ പാപഭാരം ഏറ്റുവാങ്ങുന്നത് പാവപ്പെട്ട ആ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഇടത്തരക്കാരും തൊഴിലാളികളും കർഷകരും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുമ്പോൾ പോലീസിൻ്റെയും പ്രത്യേകിച്ച് സർക്കാരിൻ്റെയും ഇടപെടൽ ജാഗ്രതയായി ആ ഭാഗങ്ങളിൽ ഉണ്ടാകണമെന്ന് എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് മഹാസമാധിയാണ്. അപ്പോൾ അത് മഹാസമാധി അത് അവരുടെ ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായാലും ഏത് സംഘടനകളായാലും അത് സമാധാനപരമായി നടത്തുന്നതിൽ നാട്ടുകാർക്കോ മറ്റാർക്കും ഒരാശങ്കയ്ക്കും വഴിയില്ല. അത് നടത്തുന്നത് സന്തോഷമാണ്. പക്ഷേ വിഷയങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായും വിശ്വാസത്തിൻ്റെയും ഭാഗമായി നടത്തുന്നതിന് ആർക്കും ഒരു എതിർപ്പും ഈ നാട്ടിൽ ഉണ്ടാവാൻ വഴിയില്ല. ഇനി ഇങ്ങനത്തെ ഈ ഒരു വിശ്വാസം അനുസരിച്ച് സമാധി ഇരുത്തണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നിയമപരമായിട്ട് എന്താണ് അവരോട് പറയാനുള്ളത്? അവരോട് നിയമപരമായി പറയേണ്ടത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് നമ്മൾ സമാധി ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ടാവും. സർക്കാരിനെ നിയമപരമായി അറിയിക്കുക, മരണസമയത്ത് മരിക്കുമ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇത് വാങ്ങി മരണം സ്ഥിരീകരിക്കുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വാങ്ങി സർക്കാരിന് അറിയിക്കുക. അതുപോലെ തന്നെ നാട്ടു നടപ്പനുസരിച്ച് മരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാധികൾ വരുമ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ള സമൂഹത്തിൽ നാം ജീവിക്കുന്നു എന്ന ആ ഒരു രീതിയിൽ അവിടെ ഉള്ള എല്ലാ ജാതി മതക്കാരെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയിച്ച് ആദരവപൂർവം അവർ സമാധിയാകുന്നതിനോടുകൂടി നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ അവർ പാലിക്കേണ്ടത് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായതും ചിലപ്പോൾ നാട്ടിൽ വടക്കേ ഇന്ത്യയിലെ പോലെയൊക്കെ ചിലപ്പോൾ കലാപങ്ങളുണ്ടാവാൻ പോലും പെട്ടെന്നൊരു തീപ്പൊരി പറന്നു കഴിഞ്ഞാൽ ഇത് പാവപ്പെട്ടവർ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടി ബോധവൽക്കരിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇങ്ങനെ ഏത് മതക്കാരും ഏത് രീതിയിലുള്ള ശരീരം വെടിയുമ്പോഴും ഇങ്ങനെ സമാധിയോ മറ്റോ എന്തെങ്കിലും ആവണമെങ്കിൽ നിയമപരമായി അവർ സർക്കാരിനെ സമീപിക്കുകയും സർക്കാരിൻ്റെ ഉപദേശങ്ങൾ കേട്ട് അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ള സന്ദേശം.